നമസ്കാരം. വിസ്റ്റം ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. JEE മെയിൻ മാത്സിൻ്റെ PYQ സെക്ഷനിൽ 2021 ചോദിച്ചൊരു ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇഫ് log 2 to the base 3, log 2 raised to x minus 5 to the base 3, log 2 raised to x minus 7/2 base 3 are in arithmetic progression. 3 ടേംസ് തന്നിട്ടുണ്ട്. ആ 3 ടേംസ് അരിത്തമെറ്റിക് പ്രോഗ്രഷനാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തിൻ്റെ ബേസ് സെയിം ആണ്, 3 ആണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഹെഡേക്ക് ഇല്ലാതിരിക്കുന്നു. അപ്പോൾ ബേസ് സെയിം ആയതുകൊണ്ട് വലിയ ബേസ് എഴുതണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് എന്താണ് പ്രോപ്പർട്ടി? ഇഫ് A, B, C ആർ ഇൻ എ പി. അപ്പോൾ എന്താണ് കണ്ടീഷൻ? 3 ABC 3 ടേംസ് കണ്ടിന്യൂസ് AP ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടേമിൻ്റെ ഡബിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2B എന്ന് പറയുന്നത് എക്സ്ട്രീം ടേമിൻ്റെ സമ്മിന് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു A+C. ഇതൊരു പ്രോപ്പർട്ടിയാണ്. 2B ഈസ് ഈക്വൽ ടു A+C. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇത് എന്താണ്? A ആണ്. സെക്കൻഡ് ടേം എന്താണ്? B ആണ്. തേർഡ് ടേം എന്താണ്? C ആണ്. ആറിന് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം 2 ഇൻറ്റു ലോഗ് B എന്താണ്? ലോഗ് ഓഫ് 2 raised to x മൈനസ് 5. ബേസ് എല്ലാത്തിനും തുല്യമാണെന്ന് ഞാൻ എഴുതുന്നില്ല. ഈസ് ഈക്വൽ ടു എന്താണ്? A ലോഗ് 2 പ്ലസ് C എന്താണ്? ലോഗ് 2 raised to x മൈനസ് 7/2. ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളൊന്നും ചെയ്തില്ല. APയുടെ പ്രോപ്പർട്ടി വെച്ചു 2B ഈസ് ഈക്വൽ ടു A+C എന്ന സാധനം എഴുതി. ഇനി എന്താണ്? എക്സ് ലോഗ് A എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് A⁴ x ആണ് അല്ലേ? എക്സിന് ഇവിടെ വരും അല്ലേ? അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 2 ആണ് കിടക്കുന്നത്. അപ്പോൾ 2 ഇതിൻ്റെ മുകളിൽ പോവും. അപ്പോൾ എന്ത് കിട്ടും? ലോഗ് ഓഫ് 2 raised to x മൈനസ് 5 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ ഈസ് ഈക്വൽ ടു അതുപോലെ ലോഗ് A പ്ലസ് ലോഗ് B എന്താണ്? ഇത് നമുക്ക് എഴുതാം. ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ലോഗ് A ഇൻറ്റു B. അപ്പോൾ 2 പ്രോപ്പർട്ടി 3 പ്രോപ്പർട്ടി ആയി ഇതുവരെ ആയി. അപ്പോൾ അത് തന്നെ എഴുതാം. ലോഗ് ഓഫ് 2 ഇൻറ്റു 2 raised to x മൈനസ് 7/2. ക്ലിയർ? ഇനി വേറെ പ്രോപ്പർട്ടി ഉള്ള എന്താണ്? ലോഗ് ടു ദ ബേസ് A x ഈസ് ഈക്വൽ ടു ലോഗ് y ടു ദ ബേസ് B. ഇത് രണ്ട് A ഇവിടെ A ആണ്. ഈ രണ്ടിൻ്റെ ബേസ് തുല്യമാണ്, രണ്ടിൻ്റെ വാല്യൂ തുല്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്നുള്ളതാണ്. എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്നാണ് ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്കത് വെച്ച് ഇവിടെ എഴുതാം. എങ്ങനെ എഴുതാം? 2 raised to x മൈനസ് 5 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 raised to x മൈനസ് 7/2. പ്രോപ്പർട്ടി മനസ്സിലായല്ലോ? ലോഗ് x ടു ദ ബേസ് A ഈസ് ഈക്വൽ ടു ലോഗ് y ടു ദ ബേസ് A ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു വൈ. അപ്പോൾ ലോഗ് നമ്മളവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇവിടെ ഒരു 2 raised to x ഉണ്ട്, ഇവിടെ ഒരു 2 raised to x ഉണ്ട്. 2 raised to xന് നമുക്ക് എന്ത് കൊടുക്കാം? y കൊടുക്കാം. അപ്പോൾ നമുക്ക് ടേം എന്താവും? y മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 raised to x ദാറ്റ് ഈസ് ഈക്വൽ ടു 2y മൈനസ് 2 ഇൻറ്റു 7/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ക്യാൻസൽ ആയിപ്പോൾ ബാക്കി 7. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. y സ്ക്വയർ മൈനസ് a മൈനസ് b ദ ഹോൾ സ്ക്വയർ a സ്ക്വയർ മൈനസ് 2ab ദാറ്റ് ഈസ് ഈക്വൽ ടു 10y പ്ലസ് b സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ഈസ് ഈക്വൽ ടു 2y മൈനസ് 7. ദെൻ y സ്ക്വയർ മൈനസ് 2y ഇവിടെ വരുമ്പം ലെഫ്റ്റ് വരുമ്പം മൈനസ് ആവും. 10y മൈനസ് 10y ഉണ്ട്. അപ്പം ടോട്ടൽ 12 മൈനസ് 12y ആയി. പ്ലസ് 25 മൈനസ് 7 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 7 ആവും. അപ്പം 32.
ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 8 4 32 8 4 12. അപ്പോൾ എത്ര എഴുതും? y മൈനസ് 8 ഇൻറ്റു y മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. ക്ലിയർ? അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? വൈയുടെ വില 8 എന്നും കിട്ടി ആൻഡ് വൈയുടെ വില 4 എന്നും കിട്ടി. ഇനി ഇതിനകത്ത് ഏത് വാല്യൂസാണ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ഇനി എന്താണ്? 2x ഈസ് ഈക്വൽ ടു y. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യുമ്പോഴത്തേക്ക് 2x ഈസ് ഈക്വൽ ടു വൈയുടെ വില 8 കൊടുക്കുമ്പോൾ 2×3 കിട്ടും. അപ്പോൾ നമുക്ക് ബേസ് തുല്യമാണെങ്കിൽ എക്സിൻ്റെ വില എത്രയാണെന്ന് എഴുതാം? 3 എന്ന് എഴുതാം. ഒരു വില നമുക്കവിടെ കിട്ടി, എക്സിൻ്റെ വില 3 എന്ന് കിട്ടി. ഇനി എന്താണ് അടുത്ത? എന്താണ്? 2x ഈസ് ഈക്വൽ ടു വൈയുടെ വില 4 ആണ്. 2×4 4നെ 2×2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 2 എന്നൊരു വില കിട്ടും. അപ്പോൾ എക്സിന് 2 വില കിട്ടി. ഇതിനകത്ത് ഏത് വിലയാണ് ഇതിനകത്തുള്ളത് നോക്കാം അല്ലേ? അപ്പോൾ നമുക്കിവിടെ രണ്ടാമത്തെ ടേം നോക്കാം. 2x മൈനസ് 5. 2x മൈനസ് 5 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ 2×2 4. 4 മൈനസ് 5 ഈസ് ഈക്വൽ ടു -1. ലോഗരിതത്തിൽ -1 വാല്യൂ പോസിബിൾ അല്ല. അതുകൊണ്ട് x⁻² എന്ന് പറയുന്ന ആൻസർ നോട്ട് കൺസിഡറിങ്. ഫൈനൽ ആൻസർ അപ്പോൾ എത്ര ആയിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 3 എന്നുള്ളൊരു വാല്യൂ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വൺ ആൻഡ് ആൾ.